ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാണെങ്കിലും 2.5 കിലോമീറ്റർ വരെ തീർത്ഥാടകരുടെ നീണ്ട ക്യൂവാണ്. പമ്പാതീരം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. സന്നിധാനത്ത് നിന്ന് മഹേഷ് പുലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനത്ത് കഴിഞ്ഞ സമീപ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും വലിയ ഭക്തജന തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം വലിയ നടപ്പന്തലിലേതാണ്. ഇവിടുത്തെ 8 വരികൾ, ഒരു വരി മാത്രമാണ്, ഒരു റോ മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ബാക്കി എല്ലാ റോയിലും വരിയിലും ഭക്തർ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. വൻ ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്തുള്ളത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 18ാം പടിക്ക് താഴെ നിന്ന് പിന്നെ നേരെ അപ്പാച്ചിമേട് വരെ ഏതാണ്ട് ഒരു 2.5 കിലോമീറ്ററിലധികം ദൂരം ഈ ക്യൂ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ രാത്രി കുറേ അധികം ഭക്തർ ദർശനം സാധിക്കാതെ പോയ ഭക്തർ ഇന്ന് രാവിലെയാണ്, ഏതാണ്ട് ആയിരക്കണക്കിന് ഭക്തർ തന്നെ ഇന്ന് രാവിലെയാണ് ദർശനം സാധ്യമായത്. മാത്രമല്ല പമ്പയിലും വലിയ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. തീർത്ഥാടകർക്കായി ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പലകുറി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും മരക്കൂട്ടത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് മുഴുവൻ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പാച്ചിമേടെത്തി, ഈ നിരയുടെ ഒരു അറ്റം അപ്പാച്ചിമേടാണുള്ളത്. നാളെ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കുമുള്ള വാഹനങ്ങളിൽ ഒരുപക്ഷെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നേക്കുമെന്നുള്ള സൂചന തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നും പലകുറി പലയിടത്തും വാഹനങ്ങൾ നിയന്ത്രിച്ചിരുന്നു, ചെറിയ തോതിലെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പമ്പയിൽ നിന്ന് മുകളിലേക്ക് എത്തുന്നതിനും വലിയ സമയമെടുക്കുന്നുണ്ട്. 10 മണിക്കൂറും 12 മണിക്കൂറും ഒക്കെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് ഭക്തർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം ഇത്തവണ ഇല്ല. അവർക്ക് ക്യൂവിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം വേണ്ട പ്രാഥമിക കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആ ക്യൂവിനകത്തും കഴിഞ്ഞ തവണ ഉണ്ടായ ആ ആശയക്കുഴപ്പം ഇത്തവണയില്ല. പക്ഷേ 18ാം പടിയിൽ ഇപ്പോഴും 4600 പേരാണ് ഒരു മണിക്കൂറിൽ പടി കയറി ദർശനത്തിനെത്തുന്നത്. ഒരു മിനിറ്റിൽ 70 മുതൽ 75 പേർ വരെ ഇപ്പോൾ തീർത്ഥാടകരെ, ഭക്തരെ ഇപ്പോൾ പടി കയറ്റുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മാക്സിമം നമ്പറാണ്. എത്ര പരമാവധി വേഗത്തിൽ ഭക്തരെ 18ാം പടി കയറ്റി വിട്ടാലും ഒരു മണിക്കൂറിൽ 4600 പേരാണ് 18ാം പടിയിലേക്ക് പടി കടന്ന് ദർശനത്തിനായി എത്തുന്നത്. തിരക്കാണ്, വലിയ തിരക്ക് തന്നെയാണ്. മാത്രമല്ല നിയന്ത്രണങ്ങളും ശബരിമല സന്നിധാനത്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 2.5 കിലോമീറ്റർ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 2.5 കിലോമീറ്റർ അകലെ അപ്പാച്ചിമേടിലാണ് ഈ നിരയുടെ, ഈ ക്യൂവിൻ്റെ ഒരറ്റമുള്ളത്. അത്രയും ഭക്തർ ഇനിയും ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു പക്ഷേ 90,000-ത്തിലും അധികം ആളുകൾ ഇന്ന് ദർശനം സാധ്യമാക്കിയിട്ടുണ്ടാകും. നാളെയും മറ്റന്നാളും ഈ തിരക്ക് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വെർച്വൽ ബുക്കിംഗ് വഴി ഏതാണ്ട് 85,000 പേർ നാളെയും മറ്റന്നാളും ഒക്കെ ബുക്കിങ്ങിന് വന്നിട്ടുണ്ട്. സ്പോട്ട് ബുക്കിങ്ങും ഉണ്ട്. അത് മാത്രമല്ല പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണവും ഇന്ന് ഏറി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഒരല്പം കുറവായിരുന്നു, പക്ഷേ ഇന്ന് അവിടെയും അതുവഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണവും ഏറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സന്നിധാനത്ത് വലിയ തിരക്കാണ്, പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പോലീസ് കൃത്യമായി ഇടപെടുന്നുമുണ്ട്. സന്നിധാനത്ത് നിന്ന് വിവി തടത്തിലിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.